നമ്മുടെ മുഖത്ത് നല്ലൊരു തണുപ്പും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ചൂടുകുരു, മുഖമൊക്കെ ആകെ തിണർത്തിരിക്കലും നമ്മുടെ കഴുത്തിന് താഴേക്ക് ആണെങ്കിലും ചുവന്ന് തിണർത്തൊക്കെ ഇരിക്കുന്ന ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ടല്ലേ. പ്രത്യേകിച്ചും ഈ ഒരു ചൂടുകാലം ആയതുകൊണ്ടും വേനൽക്കാലമൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ചൂടുകുരു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വേർപ്പ് അടിഞ്ഞു നിന്നിട്ട് അതിന് പുറത്തേക്ക് പോകാൻ സാധിക്കാതെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞു കൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ചൂടുകുരു മെയിൻ ആയിട്ടും വരുന്നത്. ഈ ചൂടുകുരു എന്ന് പറഞ്ഞാൽ വളരെ തിണർത്ത് അങ്ങനെയുള്ള കുരുക്കൾ മാത്രമല്ല കേട്ടോ, ചിലത് വല്ലാതെ ഇങ്ങനെ പഴുത്ത് പൊങ്ങി അങ്ങനെ വരെ ആകുന്ന സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി അങ്ങ് കൂടുതലാണെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം. ഇനി അത് മാത്രമല്ല, നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചൂടുകുരൊക്കെ വന്ന് തിണർത്തിരിക്കുവാണെങ്കിൽ നമുക്ക് റിലീഫ് കിട്ടാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫേസ് പാക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ശരീരത്തിനും കൂടി തേച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. നമ്മുടെ കയ്യിലുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ അരി ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഒരു 15 മിനിറ്റോളം വെച്ചാൽ മതി. അങ്ങനെ വരുമ്പോഴേക്കും വെള്ളത്തിന്റെ കളർ ഇങ്ങനെ മാറി വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ കളർ മാറി വന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് മുൾട്ടാണി മിട്ടി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ അരിയുടെ കുതിർത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കിയതെന്ന് എല്ലാവരും കണ്ടല്ലേ. അപ്പൊ ഞാൻ ഫേസ് പാക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരി കഴുകിയ വെള്ളത്തിൽ ധാരാളം കൂളിംഗ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കൂളിംഗ് പ്രോപ്പർട്ടീസുകളാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൂടുകുരും അതിനെ തുടർന്നുള്ള ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നത് കേട്ടോ. പിന്നെ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് അറിയാലോ, ഒരു തരം മണ്ണാണെന്ന്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ തരം ഇംപ്യൂരിറ്റിനെയും ഡിസീസിനെയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്കിത് മുഖം കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്യാം. ഒത്തിരി ഓയിലി സ്കിന്നുകാരാണെങ്കിൽ വേറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. ഇനി ഡ്രൈ സ്കിന്നുകാരൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചൂടുകുരുവിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് തേനും കൂടി ചേർത്തിട്ട് ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്റേത് ഓയിലി സ്കിൻ ആണ്, അപ്പൊ ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്റെ മുഖം നല്ലതുപോലെ കഴുകിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ശരീരത്തിലൊക്കെയാണ് ചൂടുകുരുവെങ്കിൽ നമ്മൾ ഈ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കുളിച്ചതിന് ശേഷം ഒരു കപ്പ് അരി കഴുകിയ വെള്ളം കൂടി നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വരുമ്പോ നമ്മുടെ ആ ഒരു ചൂടുകുരും പ്രശ്നങ്ങളും വേർപ്പടിഞ്ഞ കൂടിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. നമ്മൾ ഈ ഫേസ് പാക്ക് 3 ദിവസത്തിൽ ഒരിക്കലും മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അത് 10 മിനിറ്റ് മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് നിൽക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ദിവസവും അരി കഴുകിയ വെള്ളം കൊണ്ട് നമ്മൾ ദേഹം കഴുകുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ മുഖവും കൂടി കഴുകി കൊടുക്കാം കേട്ടോ. അത് നമുക്കിത് 10 മിനിറ്റ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫേസ് നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു കൂളിംഗ് പ്രോപ്പർട്ടീസിന്റെ ഒരു എഫക്ട് നമ്മുടെ മുഖത്ത് നല്ലൊരു തണുപ്പും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മുഖക്കുരൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകും. പിന്നെ ഈ അരി കഴുകിയ വെള്ളത്തിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് ട്രേയിൽ ഒഴിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ആയിട്ട് അത് ഉപയോഗിക്കുവാണെങ്കിൽ അതും നല്ല രീതിയിൽ തന്നെയുള്ള റിസൾട്ട് തരും കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാൻ. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.